ദുഃഖവെള്ളി പ്രസംഗം. ആ മനുഷ്യൻ നീ തന്നെ. ശപിക്കപ്പെട്ട കുരിശിൽ നിന്നും മനുഷ്യൻ ഓടിയകന്ന് കിതപ്പാറ്റി നിൽക്കുമ്പോൾ അരികിലൊരു കുരിശ് ഉയരുകയായി. അതിൽ നിന്നൊരു സ്വരം, എനിക്ക് ദാഹിക്കുന്നു. പരിചിതമായ സ്വരമെന്നറിഞ്ഞ് സൂക്ഷിച്ചു നോക്കി. ഒന്ന് ഞെട്ടി. രക്ഷിക്കാൻ വന്ന ക്രിസ്തുവാണ് അതിൽ പിടയുന്നത്. ശാപത്തിൻ്റെ കുരിശ് ശക്തീകരണത്തിൻ്റെ കുരിശായി. പിന്നീട് പലപ്പോഴും ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ മിഴിപൂട്ടി നിന്നു. ഭാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വസിച്ചു. ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ വിധത്തിൽ കുരിശുകളുണ്ടായി. അപ്പോഴും അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. ക്രൂശിതൻ്റെ ചെറിയ രൂപം കഴുത്തിൽ ധരിച്ചുകൊണ്ട് തന്നെ സഹനങ്ങളെ ദ്വേഷിച്ചു. ദൈവത്തോട് മനുഷ്യൻ എങ്ങനെ എത്രയോ തവണ കലഹിച്ചു. ഒരു ദുഃഖവെള്ളിയുടെ അനുസ്മരണം ഇന്നും ആവർത്തനമാകുന്നു. ക്രിസ്തു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. മനുഷ്യൻ ദൈവവുമായി പൊരുത്തപ്പെടാതെ പോയതിൻ്റെ ഒരു ദുരന്ത ശില്പമാണിത്. ക്രിസ്തുവിന് 519 വർഷം മുമ്പാണ് കുരിശിൻ്റെ ചരിത്രം ആരംഭിച്ചത്. പേർഷ്യൻ രാജാവായിരുന്ന ഡാരിയസ് ഒന്നാമൻ 3000 രാഷ്ട്രീയ എതിരാളികളെ കുരിശിൽ തറച്ചു കൊന്ന ക്രൂരത ലോകം കണ്ടു. പിന്നീട് അങ്ങോട്ട് എത്രയോ മനുഷ്യർ കുരിശിൽ പിടഞ്ഞു മരിച്ചു. ക്രിസ്തുവിന് മുമ്പ് ആദ്യ നൂറ്റാണ്ടിൽ റോമാക്കാരല്ലാത്തവരെ റോമാക്കാർ ശിക്ഷിക്കാൻ കുരിശിനെ ആയുധമാക്കി. ഇവയെല്ലാം ഇരുട്ടിൽ മറഞ്ഞു കിടക്കുമ്പോഴാണ് ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുന്നത്. നീതിമാൻ്റെ മരണവും മഹത്വവും ഇരുളിൽ മറയില്ല. അത് ഇരുട്ടിൽ കുഴച്ചിട്ടിരിക്കുന്ന സംഭവങ്ങളെപ്പോലും വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ക്രിസ്തുവിൻ്റെ കുരിശുമരണം തെളിയിച്ചു. കുരിശിൻ്റെ ചരിത്രം ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നുമാണ് വ്യക്തമായും മനുഷ്യൻ പഠിക്കാൻ ആരംഭിച്ചത്. പിന്നീടത് എന്തൊക്കെയോ മനുഷ്യനെ പഠിപ്പിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം പുനരാവിഷ്കരിക്കപ്പെടുകയാണിന്ന്. ഒരു ദുഃഖവെള്ളിക്കുള്ള കാരണമെന്ത്? ദൈവത്തിൻ്റെ സംസാരത്തെ ജീവിത ദിശയായി കണ്ട കന്യകയായ മറിയത്തിൻ്റെയും തച്ചനായ ഔസേപ്പിൻ്റെയും പുത്രന് കുരിശിൽ കൊല്ലപ്പെടേണ്ടി വന്ന സാഹചര്യമെന്ത്? എല്ലാവരെയും സ്നേഹിച്ചതല്ലാതെ ഒരപരാധവും അവൻ ചെയ്തതായി കാണുന്നില്ലെങ്കിലും മാരകമായി ശിക്ഷിക്കപ്പെട്ടു. സ്നേഹിക്കുന്നത് പോലും കുറ്റമായി കണ്ടിരുന്ന ചിലർ സ്നേഹത്തെ കുറ്റവാളിയാക്കിയതും വിചാരണ ചെയ്ത് കൊന്നതുമായിരിക്കാം മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം. അതിൻ്റെ പിന്നിലെ ചേതോവികാരമെന്ത്? സ്നേഹത്തിൻ്റെ ഒരിറ്റു നനവിന് വേണ്ടി പരക്കം പാഞ്ഞവർക്ക് മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ കൊടുത്തത് കയ്പും കഥനവുമായിരുന്നു. മതനിയമങ്ങളെ കർക്കശമാക്കിയും ദൈവകൽപ്പനകളെ വക്രീകരിച്ചും ചിലർ പാവപ്പെട്ടവരുടെ മേൽ അമിത ഭാരം കയറ്റിവെച്ചു. നീതിമാന്മാരെന്ന് ഭാവിച്ച് പണപ്പിരിവ് നടത്തി കീശ വീർപ്പിച്ചു. ഇത്തിരി വേദം പഠിച്ചതിൻ്റെ പിൻബലത്തിൽ സ്വയം ദൈവിക പരിവേഷമണിഞ്ഞ് വാചകക്കസർത്ത് നടത്തി. അധ്വാനിക്കാതെ ആഹരിച്ചിരുന്ന വർഗങ്ങളാണ് ഭരണച്ചരടുകൾ നിയന്ത്രിച്ചിരുന്നത്. അവരുടെ ചൂഷണങ്ങൾക്ക് വിധേയപ്പെട്ട പീഡിത ജീവിതങ്ങൾ ഒരു രക്ഷകനെ സ്വപ്നം കണ്ടിരുന്ന നേരത്താണ് ക്രിസ്തു അവർക്ക് സമീപസ്ഥനായത്. സ്നേഹരാഹിത്യത്തിൻ്റെ കയ്പ് കുടിച്ചിറങ്ങിയ മനുഷ്യരെ അവൻ നെഞ്ചോട് ചേർത്തു. സൗഖ്യവും സമാശ്വാസവും നൽകി. അവർക്കൊരു ജീവിതമുണ്ടെന്ന് അവൻ അവരെ പഠിപ്പിച്ചു. ഗലീലിയ കടൽ തീരത്തും ചുങ്കസ്ഥലത്തും തെരുവീഥികളിലും അവനെ തൊട്ടവരും കേട്ടവരും അവനെ വിട്ടുപോകാതായി. ഇരുട്ടിൽ തപ്പിയവർ പ്രകാശം കണ്ടു. പാപികൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. നിരാശരായവർ പ്രത്യാശാഭരിതരായി. ക്രിസ്തുവിൻ്റെ വരവ് നിയമജ്ഞർക്കും ഫരിസേയർക്കും പ്രശ്നമായി. അവരുടെ പരിപാടികളിൽ ആജ്ഞാനുവർത്തികളാകാനും ഓച്ചാനിച്ചു നിൽക്കാനും ആളില്ലാതായപ്പോൾ ഉണ്ടായ വിദ്വേഷത്തിൻ്റെ വിഷം ചീറ്റിലായിരുന്നു പിന്നീട് ലോകം കണ്ടത്. ക്രിസ്തുവിനെ ഇല്ലാതാക്കുക എന്നത് അവരുടെ പ്രഥമ ലക്ഷ്യമായി. അതിനായി രാഷ്ട്രീയക്കാരും മതമേധാവികളും അന്യോന്യം കൈകോർത്തു പിടിച്ചു. ഗൂഢാലോചനകൾ പലതും നടന്നതിനെ തുടർന്ന് അവർ നേടിയ വിജയമായിരുന്നു ക്രിസ്തുവിൻ്റെ കുരിശുമരണം. എന്നാൽ സത്യലോകം അവരുടെ അപജയമായി ഇതിനെ കണ്ടു. ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്നവരുടെ സ്വഭാവവും അതിലെ കാഠിന്യവുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ദിനമാണിത്. ചരിത്രഗതികളറിയാൻ ഇത് അനിവാര്യമാണ്. പണ്ട് നടന്ന സംഭവത്തെ വിശകലനം ചെയ്ത് യഹൂദർക്ക് നേരെ വിരൽ ചൂണ്ടിയതുകൊണ്ട് ഇന്നിൻ്റെ മനുഷ്യന് ലഭിക്കുന്നതെന്ത്? 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രത്തിൽ നമ്മളില്ല, നമ്മുടെ പരിസരങ്ങളില്ല. എന്നാൽ ഇന്നത്തെ ജീവിതത്തിലും ലോകത്തിലും നമ്മളുണ്ട്. ചരിത്രത്തെ മനസ്സിലാക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മുടെ സംഭവങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും, ഇന്നലെയുടെ സംഭവത്തിൽ മാത്രമല്ല ഇന്നിൻ്റെ ജീവിതത്തിനിടയിലും ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുണ്ടെന്ന്. ആരാണ് ഇന്നവനെ ക്രൂശിൽ തറയ്ക്കുന്നതെന്ന് അപരൻ്റെ ജീവിതത്തിൽ ചികഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വരം കേൾക്കാം, ആ മനുഷ്യൻ നീ തന്നെ. ക്രിസ്തുവിനെ കൊല്ലാൻ മതരാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ച അതേ മാനസികാവസ്ഥ ഇന്ന് നമ്മളിലും നിലനിൽക്കുന്നുണ്ട്.
4 ദുസ്വഭാവങ്ങളുടെ കൂട്ടുകെട്ടാണ് ക്രിസ്തുവിന് കുരിശ് പണിത്. അന്നാസ് കയ്യാഫാസ്മാരുടെ അസൂയയും യൂദാസിൻ്റെ ആർത്തിയും അധികാരമോഹത്തിൻ്റെ പീലാത്തോസും അഹങ്കാരത്തിൻ്റെ ഹെറോദേസും ചേർന്നപ്പോൾ കാൽവരിയിൽ ക്രിസ്തുവിനെ തറയ്ക്കാൻ എല്ലാ സാഹചര്യങ്ങളുമായി. ആ ദുഷിച്ച സ്വഭാവത്തിനനുസരണമായി വൈരാഗ്യവും കൈക്കൂലിയും കരിഞ്ചന്തയും പീഡനവും തുടങ്ങി എണ്ണമറ്റ സ്വഭാവത്തെ തൊഴിലാക്കി മാറ്റിയവരെല്ലാം ഇന്നും ക്രിസ്തുവിനെ ക്രൂശിലേറ്റുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളെ ഭീകരർ കൊല്ലുന്നു. ക്രിസ്തുവിനെ പീഡിപ്പിക്കൽ തന്നെയാണിത്. ഈശോയെ കുരിശിൽ തറച്ചു കൊന്ന ശത്രുക്കളുമായി ചേർന്ന് നമ്മളിലും എത്രയോ പേർ ഇന്നും സത്യത്തെ വളച്ചൊടിക്കുകയും വകവയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ മരണകാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ മനസ്സിലാക്കുക, നിൻ്റെ കൈകൾ ശുദ്ധമല്ലാതെ ആയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ കഴുകൽ. കാൽവരിയിൽ ഉയർന്ന കുരിശ് അങ്ങനെ നിന്നുകൊള്ളട്ടെ. നിനക്ക് നിത്യത നൽകാൻ ഒരുവൻ തൻ്റെ ജീവിതം ഹോമിച്ചതിൻ്റെ നല്ല സൂചനയാണ് ആ കുരിശ്. ലോകത്തെ ജയിച്ചവൻ്റെ കുരിശ്. അരുതായ്മകളെ ജയിക്കാൻ ഇനി മുതൽ നിനക്കൊരു ധൈര്യമാണ്. മാറായിലെ കൈപ്പേറിയ ജലത്തിൽ മധുരം പകരാൻ മോസസിന് കർത്താവ് കൊടുത്ത തടിക്കഷ്ണം പോലെ നിൻ്റെ ജീവിതത്തിലെ മധുരപ്പിക്കാൻ ക്രിസ്തു നിനക്ക് തന്ന തടിക്കഷ്ണമാണ് കുരിശ്. ക്രിസ്തുവിൻ്റെ കുരിശിന് കാരണമായവർ 2 തരത്തിൽ പ്രതികരിച്ചതായി വേദഗ്രന്ഥത്തിൽ കാണാം. നിർമ്മലമായ രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിന്മേൽ പാപം ചെയ്ത യൂദാസ് തൂങ്ങി മരിച്ചു. പാപത്തിൻ്റെ ആഴം കൂട്ടിയ സമീപനമാണിത്. തള്ളിപ്പറഞ്ഞ പത്രോസ് ഹൃദയം നുറുങ്ങി കരഞ്ഞു. പത്രോസിനെ പോലെ അനുദപിച്ചുകൊണ്ട് തിരിച്ചു വരുന്നവനു വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നതാണ് രക്ഷ. ഈ ദുഃഖവെള്ളിയിൽ കുരിശിലെ ക്രിസ്തു പറയുന്നു, തിരിച്ചു വരിക, നിനക്ക് പറ്റിയ ഒരിടം എൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു, അവൻ ഏറ്റെടുത്തത് നമ്മുടെ സങ്കടങ്ങളായിരുന്നു. ഇനിയും അവനെ ക്രൂശിക്കണം.